പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ വീഴ്ച പറ്റിയ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഡോക്ടർമാരെ എത്രയും വേഗം പുറത്താക്കണമെന്ന് BJP. വിഷയത്തിൽ ഇന്നലെ യുവജന രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്നും യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതേസമയം ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡോക്ടർമാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങൾ അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും നൽകും. അരുൺ, ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത അരുണാണ് ആദ്യം കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം നമ്പർ 1 കേരളം, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ രാജ്യത്തിനെന്നല്ല ലോകത്തിന് തന്നെ മാതൃക എന്ന വലിയ തള്ളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ തുടർക്കഥയാകുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധം നമ്മൾ ഈ കൊണ്ടുവന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. ഒപ്പം ഈ സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പറയുവരും. ഗൗതം, തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. ഇന്നലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ വിവിധ യുവജന സംഘടനകൾ DMOയെയും സൂപ്രണ്ടിനെയും ഒക്കെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം DMO ഒരു പ്രത്യേക സംഘത്തെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിഷയത്തിൽ റിപ്പോർട്ട് തേടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഇന്നലെ ഈ ആരോഗ്യവകുപ്പിൻ്റെ DMO നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഈ ഡോക്ടർമാരെയും മറ്റും വെള്ളപൂശുന്ന തരത്തിലും ഒപ്പം തന്നെ ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയെന്നോ മറ്റോ ഒന്നും കാര്യമായി പറയാത്ത തരത്തിലാണ് ആ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഡോക്ടർമാരായ കാവ്യ, അതുപോലെ പത്മനാഭൻ എന്നിവരായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നത്. മാത്രമല്ല സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിലും കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് അതിൽ ഡോക്ടർമാരുടെ പിഴവിനെ പറ്റി ഒരിടത്തും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്നും ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി BJPയും യുവമോർച്ചയും ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് BJP DMOയെയും അതുപോലെ തന്നെ സൂപ്രണ്ടിനെയും ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആ കുഞ്ഞിന് നീതി ലഭിക്കണം, ആ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ള ശക്തമായ ആവശ്യമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇനിയിപ്പോൾ ഈ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ശക്തമായി ഈ വിഷയത്തിൽ കൃത്യമായ നടപടി വേണം. തങ്ങളുടെ കുഞ്ഞിൻ്റെ കൈ ആണ് നഷ്ടമായിരിക്കുന്നത്. കാരണം സാധാരണ ഓടിക്കളിക്കുമ്പോൾ, സഹോദരനൊപ്പം ഓടിക്കളിക്കുമ്പോഴാണ് 9ാം ക്ലാസ്സുകാരിക്ക് വീണ് പരിക്കേൽക്കുന്നത്. ആ കൈയിന് ഫ്രാക്ചർ സംഭവിക്കുന്നു. ഫ്രാക്ചർ സംഭവിച്ചതിന് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നു. ആ സമയത്ത് എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ശക്തമാവുന്നത്. നിലവിൽ ഏതായാലും പ്രധാനമായി 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഈ ഫ്രാക്ചർ സംഭവിച്ച സമയത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് സംഭവിച്ച് അതിൽ നരമ്പിൽ കൃത്യമായി രക്തയോട്ടം ഉണ്ടായിരുന്നില്ല, ആ രക്തം അവിടെ കട്ട പിടിച്ചിരുന്നു എന്നുള്ളത് ഡോക്ടർമാർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കൃത്യമായി അവർക്ക് കഴിയാതെ പോയതായിരിക്കണം. അതല്ലെങ്കിൽ ഇവർ പ്ലാസ്റ്റർ ഇട്ടപ്പോൾ ആ പ്ലാസ്റ്റർ ടൈറ്റ് ആയതായിരിക്കണം ഈ ഒരു കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നിലവിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും BJPയും യുവമോർച്ചയും ഉൾപ്പെടെ വിഷയത്തിൽ ശക്തമായ സമരത്തിലേക്കാണ് നടക്കുന്നത്. വരും മണിക്കൂറുകളിൽ സമർപ്പിച്ച അല്ലെങ്കിൽ DMO നിർദ്ദേശപ്രകാരം അവിടെ നിയോഗിച്ച ഒരു സമിതിയുടെ റിപ്പോർട്ടിനകത്ത് അവിടെ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന തലത്തിൽ അത് വരുത്തി തീർക്കാനൊരു ശ്രമം നടക്കുന്നതായി മനസ്സിലാക്കുന്നു. ഒപ്പം കുടുംബം അതിനെ വിമർശിച്ചൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഗൗതം, പ്രധാനമായിട്ടും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ കുഞ്ഞിന് 24-ാം തീയതി കയ്യെ ഒടിയുന്നു. അതിനുശേഷം അവർ അന്ന് ചികിത്സ തേടുന്നു. 25-നും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നു, OPയിൽ കാണിക്കുന്നു. അതിനുശേഷം 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ 5 ദിവസത്തോളം ഇവർ ആശുപത്രിയിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൈ മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ വേദനയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വന്ന് കാണിക്കേണ്ടതായിരുന്നു. അവർ ആ ചികിത്സയ്ക്കായിട്ട് ആ ഒരു 5 ദിവസത്തോളം കാലയളവിൽ ആശുപത്രിയിലേക്ക് എത്താതെ
കൊടുക്കാതിരുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്ന തരത്തിലാണ് അവർ അതിനെ വിശദീകരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞാണ്, 9 വയസ്സ് മാത്രം പ്രായമുള്ളൂ, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് വേദന സംഹാരികളും മറ്റും കഴിച്ച് ഈ 5 ദിവസത്തിനിടയിൽ വേദനയോ മറ്റോ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് തന്നെ 24-ാം തീയതിയും 25-ാം തീയതിയും ഒക്കെ വേദനയുണ്ട്, കയ്യിൽ നീർക്കെട്ട് വന്നിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ആശുപത്രി അധികൃതരെ അറിയിച്ചതാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആശുപത്രി അധികൃതർക്ക് ഈ രക്തം കട്ട പിടിച്ചിരിക്കുന്നു കൈയിൻ്റെ നരമ്പിൽ എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തുന്നതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഇവർ ഈ പ്ലാസ്റ്റർ ഇട്ടതിൽ ഉൾപ്പെടെ പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഏതായാലും ശക്തമായ സമരങ്ങളിലേക്ക് മറ്റും കടക്കാൻ തന്നെയാണ് കുടുംബം. ഏതായാലും വിഷയത്തിൽ തങ്ങൾക്ക് നീതി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഗൗതം, പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇന്നലെ പ്രതിഷേധം നടത്തി. ഇന്നും വലിയ പ്രതിഷേധം പാലക്കാട്ട് നടത്താൻ ഒരുങ്ങുകയാണ്. ജനം TV ആണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത്.